കൊല്ലം വെളിനല്ലൂർ പഞ്ചായത്തിലെ മുളയാറച്ചാൽ മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കോഴിമാലിന്യവുമായി എത്തിയ ലോറികൾ തടഞ്ഞ് പുലർച്ചെ മുതൽ പ്രതിഷേധം. മണിക്കൂറുകൾ നീണ്ട ജനകീയ പ്രതിഷേധത്തിനൊടുവിൽ ലോറികൾ പ്രദേശത്ത് നിന്നും മാറ്റി. പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്ന് പുലർച്ചെ മുതൽ ഈ പ്രദേശത്തെ ജനങ്ങൾ സമരത്തിലായിരുന്നു. ആ സമരം ഏതാനും മണിക്കൂറുകൾ നീണ്ട സമരം ഒരു സമാപനത്തിലേക്ക് എത്തിയിരിക്കുന്നു. താൽക്കാലികമായിട്ടെങ്കിലും ആ പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവിടെ 2 വാഹനങ്ങളിലാണ് അറവ് മാലിന്യങ്ങൾ എത്തിച്ചിരുന്നത്. ആ 2 ലോറികൾ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. ചേച്ചി, പുലർച്ചെ എത്തിയതാണ്. ഇപ്പോൾ ഒരു ആശ്വാസമായി, ചെറിയ രീതിയിലുള്ള ആശ്വാസമായോ? താൽക്കാലികമായി ഇവിടുന്ന് കൊണ്ടുപോയെങ്കിലും ഇത് സ്ഥിരമായി എന്നേക്കുമായി ഈ പ്ലാന്റ് അടച്ചുപൂട്ടണമാണ് ഈ പ്രദേശവാസികളുടെ ഓരോരുത്തരുടെയും തീരുമാനം. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാംകെ ഡാനിയൽ പുലർച്ചെ മുതൽ അദ്ദേഹം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പ്ലാന്റ് പല കൂടി സമരം ഉണ്ടായി. നമ്മൾ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ മെമ്പറും ഒപ്പം തന്നെ കളക്ടറൊക്കെ ഇടപെട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്താണ്. ആ ഒരു പരിഹാര മാർഗങ്ങൾ അവർ പൂർണ്ണമായിട്ടും പാലിച്ചിട്ടില്ല. അത് പാലിക്കാത്തതുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് യഥാർത്ഥത്തിൽ പോകേണ്ടി വന്നത്. ഈ സമരം എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന, ഈ നാട് ഒരുമിച്ച് ചെയ്യുന്ന ഒരു സമരമാണ്. അപ്പോൾ തീർച്ചയായും ആ സമരത്തിന് ഒടുവിൽ ബന്ധപ്പെട്ട അധികാരി RDO നേരിട്ട് രാവിലെ 9:30 മണി മുതൽ RDO ഇവിടെ ഉണ്ടായിരുന്നു. ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവർ ഉറപ്പ് നൽകിയത് ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മടങ്ങി പോകുന്നത്. അതായത് രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള ഇറച്ചി മാലിന്യങ്ങൾ നേരെ ആ ഉച്ചയ്ക്ക് മുമ്പ് പ്ലാന്റിലേക്ക് എത്തിക്കുക. അതിനുശേഷം ഏതാണ്ട് 7 മണി വരെയുള്ള അറവ് മാലിന്യങ്ങൾ വൈകിട്ട് 9 മണിക്കുള്ളിൽ പ്ലാന്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മാനദണ്ഡമാണ്, അല്ലെങ്കിൽ ഒരു നിബന്ധനയാണ് കഴിഞ്ഞ ദിവസം 3 മാസം മുമ്പ് നടത്തിയ ചർച്ചയിൽ ഒരു തീരുമാനമായത്. പക്ഷേ ദിവസങ്ങൾ പഴക്കമുള്ള ഇറച്ചിയുടെ മാലിന്യങ്ങൾ ഇവിടേക്ക് എത്തിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് താമസിക്കാൻ സാധിക്കാത്തൊരവസ്ഥ. പല ആൾക്കാരും ഓരോ പച്ചമരുന്നിന് സമാനമായിട്ടുള്ള രീതി പച്ചമരുന്നൊക്കെ തന്നെ മൂക്കിൽ ഒക്കെ തന്നെ ഒരു ദുർഗന്ധം മോഹിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥ. കാര്യം ഇവിടെ പ്രദേശത്ത് മൂക്ക് വത്താതെ നിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. കുറച്ചു നേരം മാത്രം നിന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഇതിനായാലും താൽക്കാലികമായിട്ടൊരു ആശ്വാസമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. വെളിനല്ലൂരിൽ നിന്ന് ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.